അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ്യി ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, കരുണാമയനായ സർവശക്തനായ അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് അനേകം മതങ്ങളും മതവിശ്വാസികളും പ്രത്യയശാസ്ത്രങ്ങളുടെ പ്രയോക്താക്കളുമൊക്കെ ഉണ്ട്. എന്നാൽ മതം എന്നുള്ള നിലക്ക്, ഒരു വിശ്വാസധാര എന്നുള്ള നിലക്ക് ഇസ്ലാം മാത്രമാണ് നേരായ പാത, നേരായിട്ടുള്ള ശരിയായിട്ടുള്ള മതം എന്ന് പറയുന്നത്. അത് വെറുതെ പറയുന്നതല്ല, ബുദ്ധിപരമായിക്കൊണ്ട് ചിന്താപരമായിക്കൊണ്ട് തെളിയിക്കപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇസ്ലാം നേരായ വഴിയാണ്, നേരായ പാതയാണ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇസ്ലാം എന്ന് പറയുന്ന മതം, ഇസ്ലാം എന്ന് പറയുന്ന ആദർശം, അതിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് ആരാധനക്കർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല എന്നുള്ളതാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയുക, നിശ്ചയം ആരാധനക്ക് അർഹതപ്പെട്ടവനായി അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല. വ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യനാകുന്നു. ലാ ഇലാഹ ഇല്ലാഹു വർ റഹ്മാനുർ റഹീം, അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല, അവൻ പരമകാരുണികനാകുന്നു, കരുണാനിധിയാകുന്നു. സഹോദരങ്ങളെ, ആരാധ്യൻ അഥവാ ദൈവം, പ്രാർത്ഥനയ്ക്ക് അവകാശപ്പെട്ടവൻ, ആരാധനാ കർമ്മങ്ങൾക്ക് അർഹതപ്പെട്ടവൻ, അത് ഒരു ശക്തി മാത്രമേയുള്ളൂ. അവന് സാക്ഷാൽ ആരാധ്യൻ, സാക്ഷാൽ ദൈവം, അതാണ് അല്ലാഹു എന്ന് പറയുന്നത്. അത് മുസ്ലിങ്ങളുടെ മാത്രം ദൈവമല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇലാഹുക്കും ഇലാഹും വാഹിദ്, ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യരുടെയും ജിന്നുകളുടെയും മുഴുവൻ ചരാചരങ്ങളുടെയും സൃഷ്ടാവായ ആരാധ്യനാകുന്നു ആ ദൈവം എന്നുള്ളതാണ്. ആ ദൈവത്തെ മാത്രം ആരാധിക്കണം
എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചുകൊണ്ട് പറയുന്ന സംഗതിയാണത്. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ സമൂഹങ്ങളിലേക്കും ദൈവദൂതന്മാരെ, പ്രബോധകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ശക്തികളെ വർജിക്കണം, ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, അടിസ്ഥാന സിദ്ധാന്തമാണ്. അവിടെ ചേറിൽ സ്ത്രീകൾക്ക് പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാം മുതലുള്ള കാലഘട്ടം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. വദ്, സുവാ, യഊസ്, നസ്ർ പോലെയുള്ള ആരാധ്യന്മാരുണ്ടല്ലോ, അവരൊക്കെ ആരാധിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നത്. മഹാന്മാർ അവരെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നവർ, അവർ മരണപ്പെട്ടാൽ അവരുടെ ചിത്രങ്ങളും ഫോട്ടോകളൊക്കെ വെച്ച് ബഹുമാനം എന്നുള്ള നിലക്ക്. പക്ഷേ ആ തലമുറ കഴിഞ്ഞു പോകുമ്പോൾ ഈ ഫോട്ടോ വെച്ച ആളുകൾ ഒക്കെ കഴിഞ്ഞു പോയി, പിന്നീട് വരുന്നവർ ആ ഫോട്ടോയെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ്. നൂഹ് നബിയുടെ കാലം മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിലുള്ള ആളുകൾ ലാത്തയെയും ഉസ്സയെയും ഒക്കെ ആരാധിച്ചിരുന്നല്ലോ. ലാത്ത എന്ന് പറയുന്നത് മക്കയിൽ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് പാനീയം നൽകിയിരുന്ന നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരവസ്ഥ വിശേഷം വരികയുണ്ടായി. ചുരുക്കത്തിൽ പറയാനുള്ളത്, പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമെന്ന് പറയുന്നത് ഏകനായ ദൈവം, ആ ദൈവത്തോട് മാത്രമേ ആരാധനകളും പ്രാർത്ഥനകളും നിർവഹിക്കാവൂ എന്നുള്ളതാണ്. അള്ളാഹുവിന് പുറമെ ഏതൊരു ശക്തിയാകട്ടെ, അത് മരമോ കല്ലോ ജിന്നോ മലക്കോ അമ്പിയാക്കളോ ഔലിയാക്കളോ പുണ്യപുഷ്പമോ പുണ്യവൃക്ഷമോ എന്തുമാകട്ടെ, അതിനൊന്നും തന്നെ ആരാധനകൾ സമർപ്പിച്ചുകൂടാ എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് മാത്രമല്ല, അള്ളാഹു എന്ന് പറയുന്ന ആ സർവശക്തനായ സൃഷ്ടാവിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ, ആ നാമങ്ങൾ അറിയിക്കുന്ന സംഗതികളിൽ അടിയുറച്ച് വിശ്വസിക്കണം എന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ പറയാം, അള്ളാഹുവിന് മാത്രമേ ഗൈബ് അറിയുകയുള്ളൂ. ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യ വിജ്ഞാനം, അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ മുമ്പിൽ ചരിത്രങ്ങളുണ്ട്. ഇപ്പം മുഹമ്മദ് നബി ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തിലെ മനുഷ്യ ജീവിത ചരിത്രത്തിലെ ഏറ്റവും സർവശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി, അഫ്ളലുൽ ഖൽഖ് എന്ന് പലരും പറയാറുണ്ട്. ഏറ്റവും ഉത്തമനായ വ്യക്തിത്വം മുഹമ്മദ് നബിയാണല്ലോ. ആ മുഹമ്മദ് നബിക്ക് പോലും അദൃശ്യകാര്യം അറിയില്ല എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ചരിത്രങ്ങൾ യഥേഷ്ടം ചരിത്രങ്ങളുണ്ട്. ഉഹദ് യുദ്ധത്തിൻ്റെ ആ ഒരു ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അള്ളാഹുവിൻ്റെ റസൂല് ആ രണാങ്കണത്തിൽ വാരിക്കുഴിയിൽ വീണല്ലോ. ലോകത്തിൻ്റെ നേതാവ്, അംബിയ മുർസലീങ്ങളുടെ അവസാനത്തെ കണ്ണി, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ രണാങ്കണത്തിലുള്ള വാരിക്കുഴി അറിഞ്ഞില്ല. അതിൽ വീണു പ്രവാചകൻ്റെ ശരീരത്തിൽ മുറിവ് പറ്റി. ആ മുറിവിൽ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു പായയുടെ ഭാഗം കത്തിച്ചുകൊണ്ട് അതിൻ്റെ ചാരം ഉപയോഗിച്ചുകൊണ്ട് മുറിവ് ശുശ്രൂഷിച്ചു എന്നുള്ള ചരിത്രങ്ങൾ നമുക്ക് കാണാം. എന്ന് മാത്രമല്ല, പ്രവാചകന്റെ പിതൃസഹോദരനായിട്ടുള്ള ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഒരു നാമം എന്ന് പറയുന്നത് സയ്യിദു ശുഹദാ എന്നുള്ളതാണ്.
അദ്ദേഹം വധിക്കപ്പെട്ടത് എങ്ങനെയാ? ഈ ഉഹദ് രണാങ്കണത്തിലെ ഉള്ള ഒരു പാറയുടെ മറവിൽ നിന്ന് വഹ്ഷി എന്ന് പറയുന്ന വ്യക്തി ഒരു അമ്പെയ്ത്ത് നടത്തി. അങ്ങനെയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവൻ അത് അവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ശുഹദാക്കളുടെ നേതാവ് സയ്യിദു ശുഹദ എന്ന നാമകരണം എന്ന ആ ഒരു സവിശേഷ സ്ഥാനം ലഭിച്ചിട്ടുള്ള മഹാനായ പ്രവാചകന്റെ ബന്ധു കൂടിയായിട്ടുള്ള പ്രവാചകന് കായികമായി തന്നെ സംരക്ഷണം ഒരുക്കിയിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു ആ രണാങ്കണത്തിൽ വഹ്ഷിയുടെ അമ്പേറ്റുകൊണ്ട് ഷഹീദാവുകയാണ്, രക്തസാക്ഷിത്വം വരിക്കുകയാണ്. അറിയാൻ പറ്റിയില്ല, പാറയുടെ മറവിൽ എന്നെ വധിക്കാനായിട്ട് അമ്പുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ വലിയകൾക്ക് ശുഹദാക്കൾക്ക് മറഞ്ഞ കാര്യം അറിയില്ല എന്നുള്ളതിനുള്ള വ്യക്തമായിട്ടുള്ള ദൃഷ്ടാന്തമാണ്. അങ്ങനെ ആ യുദ്ധം നോക്കിയാൽ ഒരുപാട് സംഭവങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആ മലയുടെ പിന്നിലൂടെ വന്ന സംഭവങ്ങൾ, മലമുകളിൽ പ്രവാചകൻ നിയോഗിച്ച റുമാത്ത് എന്ന് പറയുന്ന ആ സംഘം ഇറങ്ങി വരുമെന്നൊന്നും മുൻകൂട്ടി പ്രവാചകൻ അറിയുമായിരുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതൊക്കെ അറിയിക്കുന്നത് എന്താ? പ്രവാചകന് കൈപറിയില്ല, അതുപോലെ മറ്റാർക്കും കൈപറിയില്ല. അത് ഷഹീദാണെങ്കിലും അതുപോലെ തന്നെ ശുഹദാക്കളുടെ നേതാവാണെങ്കിലും എത്ര വലിയ മഹാനാണെങ്കിലും ശരി. അപ്പോൾ ഇതൊക്കെ തൗഹീദിൻ്റെ ഭാഗമാണ്, ഏകദൈവ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിലടിയുറച്ച് നിൽക്കുക എന്ന് മാത്രമല്ല, ഈ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നെന്താ? പ്രവാചകൻ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുള്ള ആ സാക്ഷ്യം. അതായത് നബി കാണിച്ചു തന്ന വഴി, നബി കാണിച്ചു തന്ന പാത, അതാണ് നേരായ പാത. അത് നമ്മൾ മുറുകെ പിടിക്കണം. അതിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാൻ പാടില്ല എന്നുള്ള തത്വമാണ്. നമുക്കറിയാം. ഒരു സിമ്പിളായ ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. മഹാനായിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹം കേട്ടു ഒരു മനുഷ്യൻ തുമ്മിക്കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയേണ്ടത്? അൽഹംദുലില്ലാ. പക്ഷെ ആ വ്യക്തി പറഞ്ഞത് അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ എന്നാണ്. അപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അതിശക്തമായിക്കൊണ്ട് ഇതാര് പഠിപ്പിച്ചതാണ്? അള്ളാഹിന്റെ റസൂല് ഞങ്ങളെ പഠിപ്പിച്ചത് അൽഹംദുലില്ലാ എന്ന് പറയാൻ വേണ്ടി മാത്രമാകുന്നു എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പ്രവാചകൻ പഠിപ്പിച്ചതിനേക്കാൾ ഒരല്പം അധികമായി ആചരിക്കുവാൻ, അനുഷ്ഠിക്കുവാൻ, മതത്തിൻ്റെ ഭാഗമായി കാണുവാൻ ഒരാൾക്കും പാടില്ലാത്തതാകുന്നു എന്നുള്ള കണിശമായിട്ടുള്ള സന്ദേശം അദ്ദേഹം നൽകുകയുണ്ടായി. നബിയുടെ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, ഹുനൈൻ യുദ്ധവേളയിൽ അന്ന് യുദ്ധത്തിന് പോകാൻ ആളുകൾ. അപ്പോൾ പ്രവാചകൻ്റെ അനുയായികളിൽപ്പെട്ട ചിലർ ചോദിച്ചല്ലോ, ബഹുദൈവ വിശ്വാസികൾക്ക് ബറക്കത്ത് കിട്ടാൻ വേണ്ടി, അനുഗ്രഹം കിട്ടാൻ വേണ്ടി അവരുടെ വാളുകൾ കൊളുത്തി വെക്കുന്ന ഒരു വൃക്ഷമുണ്ട്, ധാത്വനുവാദം എന്ന് അതിന് പറയും. അപ്പോൾ ഇതുപോലൊരു വൃക്ഷം ഞങ്ങൾക്കും തരണം എന്ന് പ്രവാചകനോട് പറഞ്ഞു. അതിൻ്റെ ചുരുക്കം ഇതാണ്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഇത് നിങ്ങൾ ആവശ്യപ്പെട്ടത് നിസ്സാര കാര്യമല്ല. അത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത പറഞ്ഞതുപോലെയാണ്. എന്താ അദ്ദേഹത്തിൻ്റെ ജനത പറഞ്ഞത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ഇലാഹുള്ളതുപോലെ ഞങ്ങൾക്കും ഇലാഹിനെ നിശ്ചയിച്ചു തരണം എന്നതിന് തുല്യമാണ് കേവലം ഒരു വൃക്ഷത്തിൽ വാളുകൾ കൊളുത്തിവെക്കാനുള്ള അങ്ങനെയുള്ള ഒന്ന് നിശ്ചയിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എത്രമാത്രം നമ്മൾ ആദർശത്തിൽ പുഴുക്കുത്ത് വീഴുന്ന രംഗങ്ങളെന്ന് പറയുന്നത് അത് വളരെയധികം ഗോപ്യമായിട്ടുണ്ടാകും. അതുകൊണ്ട് സകല ജാഗ്രതയും ഓരോ വിശ്വാസികളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ആദർശമെന്ന് പറയുന്നത്, മതമെന്ന് പറയുന്നത് അത് ഈ തൗഹീദും അതുപോലെ പ്രവാചകന്റെ സുന്നത്തും മുറുകെ പിടിക്കൽ മാത്രമല്ല, സാമ്പത്തിക രംഗത്ത് കണിശമായ ആദർശബോധമുണ്ടാവണം. ബിസിനസ്
അവിടെ കണിശമായിട്ടുള്ള ആദർശബോധമുണ്ടാകണം. അതുപോലെ തന്നെ വൈവാഹിക രംഗത്ത്, അതുപോലെ വ്യക്തി ജീവിത എല്ലാ നിലക്കും പ്രിയമുള്ളവരെ നമ്മൾ കണിശമായിട്ടുള്ള ആദർശബോധമുണ്ടാവുകയും അത് മുറുകെ പിടിക്കുകയും വേണം എന്നുള്ളതാണ് ഉണർത്തുവാനായിട്ടുള്ളത്. എന്നാൽ ഈ ഒരു നേരായ പാതയിൽ നിന്ന് നിങ്ങൾ നോക്കൂ, കുറേ ആളുകൾ വ്യതിചലിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ധാരാളം ആളുകൾ മതനിരാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മതം തന്നെ വേണ്ട, മതം ആവശ്യമില്ല, അത് പഴഞ്ചനാണ്, അത് അനാവശ്യമാണ് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂട്ടായ്മകളും സംഘങ്ങളും അവരുടെ ഡിബേറ്റുകളും അവരുടെ സംവാദങ്ങളുമൊക്കെ കാണുന്ന കേൾക്കുന്ന ആളുകളാണ് നമുക്കറിയാം. ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളെയും പരിഹസിക്കുന്നവർ, ബാങ്കിനെ പരിഹസിച്ചു, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നു, 5 നേരത്തെ ബാങ്ക്, അതിനെ പരിഹസിക്കുന്നവർ, ഹിജാബിനെ പരിഹസിക്കുന്നവർ, ഒരു മുസ്ലിം സ്ത്രീയുടെ മാന്യമായ വേഷത്തെ പരിഹസിക്കുന്നവർ, അതുപോലെ തന്നെ നബിയെ പരിഹസിക്കുന്നവർ, നബിയുടെ പത്നിമാരെ പരിഹസിക്കുന്നവർ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതത്തെ, ഇസ്ലാമിനെ നിരന്തരമായിട്ടും നിരീശ്വരവാദികൾ എന്നായിരിക്കും പേര്, യുക്തിവാദികൾ എന്നായിരിക്കും പേര്, പക്ഷെ അവർ നിരന്തരം ഇസ്ലാമിനെ ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിക്കുമ്പോൾ ഇതുപോലെയുള്ള വാദങ്ങൾ ഉന്നയിക്കുക. ബാങ്കിനെ ആക്ഷേപിച്ചത് പറഞ്ഞത് ഈ 5 നേരവും സൗണ്ട് കൊണ്ട് ഡിസ്റ്റർബ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നവർ എന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, മുസ്ലിം സ്ത്രീയുടെ വേഷം, ഹിജാബ്, അതുപോലെ തന്നെ പ്രവാചകന്റെ പത്നിമാരെക്കുറിച്ച് എന്ന് മാത്രമല്ല, ഇസ്ലാമിൽ സ്ത്രീക്ക് സ്വത്തില്ല, സ്വത്ത് പകുതി മാത്രമാണ്, പുരുഷന്റെ പകുതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം സംഗതികളാണ് അവർ ഉന്നയിക്കുന്നത്. ഇത് ഉന്നയിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ അറിയോ? കുറേ ആളുകൾ അതിൻ്റെ പുറകെ പോകുകയാണ്. അത് ശരിയാണെന്ന് വിചാരിക്കുന്നു. ചില ആളുകൾ നാവ് കൊണ്ട് ഷഹാദത്ത് പറയുകയും ഒരു യാന്ത്രികമായി നമസ്കരിക്കുകയും എന്നാൽ മനസ്സിൽ യുക്തിവാദികളായി ഇത്തരം ആളുകൾ പറയുന്നത് ശരിയാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ചില ആളുകൾ ദൈവനിഷേധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മതത്തിൻ്റെ ചിഹ്നങ്ങൾ ആക്ഷേപിക്കുകയും അപഹേളിക്കുകയും മാത്രമല്ല, ദൈവം തന്നെയില്ല എന്നുള്ളതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. ആധുനിക നിരീശ്വരവാദികൾ, ഈശ്വരനെ നിഷേധിക്കുന്നവർ, അവർ ആധുനിക നിരീശ്വരവാദികളാകട്ടെ, പൗരാണിക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള നിരീശ്വരവാദികളാകട്ടെ, അവരൊക്കെ മുന്നോട്ട് വെക്കുന്ന അവരുടെ സങ്കല്പങ്ങളും ചോദ്യങ്ങളും അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അവർക്ക് അല്ലാഹു നൽകിയ, അല്ലെങ്കിൽ അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ബുദ്ധി അത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന് ബുദ്ധി ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. 8-ാം അധ്യായം സൂറ അൻഫാൽ 22-ാമത്തെ വചനം അതിൽ പറയുന്നത്, ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ് അസ്സുമ്മു അൽബുക്കും അല്ലദീന ലാ യഅഖിലൂൻ. അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ശർറദ്ദവാബ് എന്ന് പറഞ്ഞാൽ ജന്തുക്കൾ, മോശപ്പെട്ട ജന്തുക്കൾ എന്ന് പറയുന്നത് അവർ കാണുകയും കേൾക്കുകയും ബധിരരും മൂകരും ആയിട്ടുള്ള ചിന്തയില്ലാത്ത, അല്ലദീന ലാ യഅഖിലൂന, ബുദ്ധി ഉപയോഗിക്കാത്ത, മനസ്സു തുറന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാത്ത, ചിന്താ പ്രബുദ്ധതയില്ലാത്ത ആളുകളാകുന്നു എന്നുള്ളതാണ്. അപ്പം ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവമുണ്ട് എന്ന് എങ്ങനെയാണ് നമുക്ക് സമർപ്പിക്കാനായിട്ട് കഴിയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം. അല്ലാഹു ഉണ്ട് എന്നും അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അണ്ഡകടാഹങ്ങളുടെ സൃഷ്ടികർത്താവ് എന്നും പരിശുദ്ധ ഖുർആനിലെ പറയാണ്. ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിലെ, ഈ പ്രപഞ്ചത്തിൻ്റെ ചക്രവാളങ്ങളിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്.
ചിന്തിക്കുന്ന ആളുകൾക്ക് അത് മതിയാകും എന്നുള്ളതാണ്. മഹാനായിട്ടുള്ള ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, ഇമാമുൽ ആളം, വലിയ ഖുർആൻ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ചില നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ദൈവമില്ല. അപ്പോൾ ദൈവമുണ്ട് എന്നെങ്ങനെ സ്ഥാപിക്കും? അദ്ദേഹം ആയത്തും ഹദീസും അല്ല ഓതി, മറിച്ച് അദ്ദേഹം ബുദ്ധിപരമായി കൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. എങ്ങനെയാണ് ഇമാമേ നിങ്ങൾ ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കുക എന്ന് ചോദിച്ചപ്പോൾ നിരീശ്വരവാദികളോട് അദ്ദേഹം പറഞ്ഞു, ഒരു മഹാസമുദ്രം, അതിലൊരു കപ്പൽ, ആ കപ്പല് കപ്പിത്താനില്ലാതെ ക്യാപ്റ്റനില്ലാതെ സുഖകരമായിട്ട് ഭാരങ്ങൾ നിറച്ച് ചരക്കുകൾ വഹിച്ച് അങ്ങനെ സഞ്ചരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ നിരീശ്വരവാദികൾ മറ്റൊന്നും ചിന്തിക്കാതെ ഉടനെ പറഞ്ഞു, നിങ്ങൾ എന്ത് അബദ്ധമാണ് പറയുന്നത്? സമുദ്രത്തിലൂടെ ഭാരങ്ങൾ നിറച്ചൊരു കപ്പല് അത് കപ്പിത്താനില്ലാതെ അതങ്ങനെ സഞ്ചരിക്കുകയോ? എന്താണ് ഇമാമ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊച്ചാക്കാൻ ഈ നിരീശ്വരവാദികൾ തയ്യാറായി എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ, അത് അബദ്ധമാണെങ്കിൽ ഈ മഹാപ്രപഞ്ചം കൃത്യമായി സഞ്ചരിക്കുന്ന സൂര്യനും ചന്ദ്രനും അതുപോലെ രാവും പകലും, അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രപഞ്ചം, അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവില്ലാതെ എങ്ങനെയാണ് ഈ പ്രപഞ്ചം നിലവിൽ വരിക? അവർക്കത് ബോധ്യമാകാൻ നമ്മൾ ആലോചിക്കണം. അപ്പോൾ ബുദ്ധി ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഒരു സത്യസന്ധതയുള്ള നിരീശ്വരവാദിക്ക് ആ ഒരു അവസ്ഥ വരുന്നത്. ബുദ്ധി ഉപയോഗിച്ചാൽ ദൈവമുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടും. മറ്റൊന്ന്, രണ്ടാമത്തെ ഒരു കാര്യം എന്താ പറയുന്നത്? അഹങ്കാരം ഒന്നുകൊണ്ട് മാത്രമാണ് ദൈവത്തെ നിഷേധിക്കുന്നത് എന്നുള്ളതാണ്. കേൾക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന സൂറത്ത് തൂറിലെ 35-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, ശൂന്യതയിൽ നിന്നാണോ അവർ സൃഷ്ടിക്കപ്പെട്ടത്? ആരുമില്ലാതൊരു സൃഷ്ടികർത്താവില്ലാതെ സ്വയം അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണോ? അംഹുമുൽ ഖാലിഖൂൻ, അതല്ല അവരാണോ സൃഷ്ടിക്കുന്നവർ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സൃഷ്ടികർത്താവുണ്ട്. അതില്ലാതെ വെറുതെ ഇങ്ങനെ സമ്പൂർണ്ണ വ്യവസ്ഥകളോടുകൂടെ ഒരു പ്രപഞ്ചം ഉണ്ടാവുകയില്ല എന്ന് വളരെ വ്യക്തമാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, ഈ ഒരു പോഡിയം അല്ലെങ്കിൽ ഒരു ചെയർ, ഒരു ടേബിൾ, ആ ടേബിൾ അല്ലെങ്കിൽ ആ ചെയർ ഇവിടെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ മൈക്രോഫോൺ ഇവിടെ ഉണ്ടായത് എങ്ങനെയാണ്? ഇതിൻ്റെ പിന്നിൽ ഒരു ഫാക്ടറി ഉണ്ട്, അവിടെ ഒരുപാട് തൊഴിലാളികളുണ്ട്, അവിടെ ഇതിൻ്റെ ഒരുപാട് പാർട്സുകൾ കൊണ്ടുവന്ന് ഇത് നിർമ്മിച്ച് അങ്ങനെയാണ്. അപ്പോൾ ഒരു നിർമ്മാതാവ് ഇതിൻ്റെ പിന്നിലുണ്ട്. എന്നതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട്, ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്ന് പറയുന്നത് അവനാണ് എല്ലാം സൃഷ്ടിച്ചത്, അവൻ തന്നെയാണ് അള്ളാഹു എന്ന് പറയുന്ന. പരലോകത്ത് ഈ ആളുകളുണ്ടല്ലോ നരകത്തിലേക്ക് പോകുമ്പോൾ അവർ നരകത്തിൽ പോകാനുള്ളൊരു കാരണം പറയുന്നത് എന്താ? അവർ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തില്ല എന്നുള്ളതാണ്. ഖുർആനിൽ എത്ര സ്ഥലത്താണ് ചിന്തിക്കാൻ വേണ്ടി പറയുന്നത്? അപ്പോൾ ആ ആയത്തിൽ തന്നെ പറയുന്നത്, ഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബി സഈർ, ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ നരകാവകാശികളിൽ പെട്ടുപോകില്ലായിരുന്നു എന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടും. വിനയമുള്ളവർക്ക്, അഹങ്കാരമില്ലാത്തവർക്ക്, തുറന്ന മനസ്സോടുകൂടെ മുനിവിധിയില്ലാതെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിച്ചാൽ സൃഷ്ടികർത്താവുണ്ട് എന്ന് മാത്രമല്ല, അവൻ സർവശക്തനാണെന്ന് മനസ്സിലാകും. കാരണം ഈ ഭൂമിയുടെ എത്രയോ 10 മടങ്ങ് വലിപ്പമുള്ള സൂര്യൻ, ആ സൂര്യൻ കൃത്യമായ വ്യവസ്ഥയോടുകൂടെ അത് കിഴക്കിൽ നിന്ന് ഉദിച്ച് അങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, എത്രയോ ജീവികൾ, ഓരോ ജീവികൾക്കും അതിൻ്റെ വിവിധ ഇനങ്ങൾ
അപ്പോൾ അതൊക്കെ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും സൃഷ്ടികർത്താവുണ്ടെന്ന് മാത്രമല്ല, അവൻ സർവശക്തനാണെന്ന് മാത്രമല്ല, അവൻ സർവജ്ഞനാണ് എന്ന്. എന്താ സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ? എല്ലാം അറിയുന്നവനാണെന്ന് ബോധ്യപ്പെടും. ഒന്നുകൂടെ കഴിഞ്ഞാൽ അവൻ മാത്രമാണ് ആരാധ്യനെന്ന് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെടുന്നവനോ അവന് മനസ്സിൽ വിചാരിക്കും, ചതുപ്പു നിലങ്ങളുടെയും നടവഴികളുടെയും നാടുകളുടെയും വീടുകളുടെയും വിശ്രമ സങ്കേതങ്ങളുടെയും കുന്നിൻ്റെയും താഴ്വരകളുടെയും കുറ്റിക്കാടുകളുടെയും ഘോരവനാന്തരങ്ങളുടെയും ഗുഹയുടെയും മണ്ണിൻ്റെയും ധൂളിയുടെയും നിലാവിൻ്റെയും ചെടികളുടെയും മരത്തിൻ്റെയും ഇലകളുടെയും ശിഖരങ്ങളുടെയും കൊഴിഞ്ഞു വീണ ഇലകളുടെയും ശാന്തമായ ജലാശയങ്ങളുടെയും കുതിച്ചൊഴുകുന്ന നദികളുടെയും ഭൂമിയുടെയും നാഥനായ അങ്ങേക്കാണ് സർവസ്തുതികളും എന്നവൻ പറയുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ് എന്നവൻ പറയും. സഹോദരങ്ങളെ, തീർച്ചയായും ദൈവമുണ്ട്. ഇനി ദൈവമുണ്ടെന്ന് മാത്രമല്ല, ചില ആളുകൾ എന്ത് പറയുന്നു? മരണാനന്തരം ഒരു ജീവിതമില്ല, മരിച്ചതോടുകൂടെ എല്ലാം അവസാനിച്ചു. ഈ അടുത്ത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സാമുദായിക സംഘടനയുടെ നേതാവ് ഒരുപാട് ചാനലുകളുടെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം പുച്ഛിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ചിരി എന്ന് പറഞ്ഞ ഒരു പുച്ഛഭാവത്തോടു കൂടെയുള്ള ചിരിയാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഈ മരിച്ച ശേഷം ജീവിതം ഉണ്ടെങ്കിൽ മരിച്ചു പോയവരാരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അഹങ്കാരത്തിൻ്റെ ചോദ്യമാണത്. കാരണം മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് കൃത്യമായി തെളിയിക്കാൻ ഇഷ്ടം പോലെ ആശയങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, സൂറ യാസീനിലെ 36-ാം അധ്യായം 78, 79 വചനങ്ങളിലെ ഈ ചോദ്യം 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്റെ മുമ്പിൽ ഒരാൾ വന്ന് ചോദിച്ചല്ലോ. എന്താണ്? ഒരു അസ്ഥി, ദ്രവിച്ചു പോയ ഒരു അസ്ഥിയുടെ കഷ്ണം എടുത്തിട്ട് പ്രവാചകന്റെ മുമ്പിൽ വന്ന് ചോദിച്ചു, പ്രവാചകരെ, ഈ ദ്രവിച്ച അസ്ഥി ഉണ്ടല്ലോ, മൻ യുഹ്യിൽ ഇലാമ വഹിയ റമീം, ഈ നുരുമ്പിയ ദ്രവിച്ച അസ്ഥിയെ ആരാണ് ജീവിപ്പിക്കുക? അതൊക്കെ സംഭവിക്കുമോ? അത് വിദൂര സാധ്യതയല്ലേ എന്നുള്ള നിലക്ക്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൃത്യമായ മറുപടി എന്താ പറയുക? പ്രവാചകരെ, യുഹീഹ, അതിനെ ജീവിപ്പിക്കും, അല്ലദീ അൻശഅഹ അവ്വല മർറ, ആദ്യം ആരാണോ അതിനെ സൃഷ്ടിച്ചവൻ അവൻ തന്നെ അതിനെ ജീവിപ്പിക്കും എന്നുള്ളതാണ്. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ എല്ലാ സൃഷ്ടികളെ സംബന്ധിച്ചും നന്നായി അറിയുന്നവനാകുന്നു. അപ്പോൾ ഇവൻ ചിന്തിക്കുന്നില്ല, ഈ ദ്രവിക്കുന്നതിന് മുമ്പ്, അവൻ മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ശരീരത്തിനകത്തുള്ള അസ്ഥി, അവൻ്റെ ആ അസ്ഥികൾ, അതിൻ്റെ നിർമ്മാതാവ് ആരാണ്, അത് ആര് സൃഷ്ടിച്ചു എന്നവന് ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ചാൽ അവന് മുൻ മാതൃകയില്ലാതെ ഇത് അല്ലാഹു തആല സൃഷ്ടിച്ചല്ലോ, ആ അള്ളാഹുവിന് ഇത് ദ്രവിച്ചാലും നശിച്ചാലും വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കാൻ അതിന് വലിയ ബുദ്ധി ആവശ്യമില്ല. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, ഖുർആന് സത്യമാണെന്നും അതുപോലെ മരണാനന്തര ജീവിതമുണ്ട് എന്നും അറിയിക്കാൻ എത്രയോ ശതക്കണക്കിന് ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ തേനീച്ചയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? തേനീച്ച എന്ന് പറയുന്നത് അത് കാണാത്തവരും തേൻ കഴിക്കാത്തവരും ആരും ഉണ്ടാവുകയില്ല. പക്ഷേ ഖുർആനിൽ തേനീച്ച എന്ന് പറഞ്ഞിട്ട് ഒരധ്യായമുണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് ആ തേനീച്ചയുടെ സൃഷ്ടിപ്പ് കൊണ്ടുപോവുകയാണ്. അതായത് തേനീച്ചകളുടെ കൂട്ടത്തിൽ അധ്വാനിക്കുന്നത്, അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഒരു കുടുംബത്തിൻ്റെ നായകൻ ഒരു പുരുഷനാണെങ്കിൽ ആ പുരുഷനാണല്ലോ അവിടെ അധ്വാനിക്കാൻ വേണ്ടി പോയിട്ട് സമ്പത്ത് കൊണ്ടുവന്ന് ജീവിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും വസ്ത്രവും ചികിത്സയും ഒക്കെ ഉറപ്പുവരുത്തേണ്ട കർത്തവ്യം പുരുഷനാണല്ലോ. എന്നാൽ തേനീച്ചകളുടെ സമൂഹത്തിൽ അത് പെൺ തേനീച്ചയാണെന്നാണ്, റാണിയാണെന്നാണ്.
വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടത് വഔഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂത. അതായത് സ്ത്രീലിംഗ രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ തേനീച്ചയുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 68-ൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അനിത്തഖിദി, പുരുഷനോട് പറയുമ്പോൾ അനിത്തഖിദ് എന്നായിരിക്കും. അനിത്തഖിദി എന്നാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. നീ സ്വീകരിക്കുക, നീ ഉണ്ടാക്ക്, പർവ്വതങ്ങളിൽ നീ വീടുണ്ടാക്ക്, മരങ്ങളിൽ നീ വീടുണ്ടാക്ക് എന്ന് പെൺതേനീച്ചയോടാണ് പറയുന്നത്. ഖുർആനിലെ അധിക നിയമങ്ങളും പുരുഷനോട് പറയുന്ന രൂപത്തിലുള്ള കൽപ്പനാ നിർദ്ദേശങ്ങളാണ്. എന്തുകൊണ്ട് തേനീച്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്ത്രീലിംഗ രൂപത്തിൽ പറഞ്ഞു? ഇനി വീടുണ്ടാക്കാൻ മാത്രമല്ല, സുമ്മ കുലീ മിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴങ്ങളും ഫലവർഗ്ഗങ്ങളും പൂക്കളും അതൊന്നൊക്കെ നീ ഭക്ഷിച്ചോ എന്ന് പറഞ്ഞപ്പോൾ കുൽ എന്നാണ് ഒരു പുരുഷനോട് ഭക്ഷിക്കാൻ വേണ്ടി പറയുമ്പോൾ പറയാ, കുൽ, നീ ഭക്ഷിക്ക്. പക്ഷെ കുലി എന്നാണ് ഒരു സ്ത്രീയോട് പറയുന്ന ആ സ്ത്രീലിംഗ രൂപമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാന്റെ ആയത്താണ്. എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ തേനീച്ചകളെ കുറിച്ച് പറഞ്ഞപ്പോൾ സ്ത്രീലിംഗ പ്രയോഗം നടത്തി എന്നുള്ളതാണ് ചോദ്യം. എന്നിട്ട് ഫസ്ലുക്കി സുബല റബ്ബിക്കി, നിന്റെ രക്ഷിതാവിൻ്റെ മാർഗങ്ങളിലൂടെ നീ പ്രവേശിക്കുക എന്ന് പറഞ്ഞു. അവിടെയും ഫസ്ലുക്ക് എന്നല്ല, ഫസ്ലുക്കി എന്നാണ്. ഇങ്ങനെ 3 സ്ഥലത്ത് ആവർത്തിച്ചുകൊണ്ട് ഈ 2 സൂക്തങ്ങളിൽ തന്നെ സ്ത്രീലിംഗ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തി. അപ്പോൾ തേനീച്ച, നമുക്കറിയാം നബിയുടെ കാലഘട്ടത്തിൽ തേനീച്ചയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങളോ മറ്റൊന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെ ഇത് ഖുർആനിൽ വന്നു എന്ന് ചോദിച്ചാൽ അത് സർവജ്ഞനായിട്ടുള്ള, ഇതിൻ്റെ സൃഷ്ടികർത്താവായിട്ടുള്ള അള്ളാഹുവാണ് എന്നുള്ളത് കൊണ്ടാണ്, അവനാണ് ആ വചനങ്ങളുടെ നാഥൻ എന്നുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ എന്നാണ് സത്യത്തിൽ കണ്ടുപിടിച്ചറിയൂ? 1876-ൽ ഹോളണ്ടുകാരനായിട്ടുള്ള സ്വാമർഡാം എന്ന് പറയുന്ന പ്രാണിശാസ്ത്രകാരനാണ് ഈ തേനീച്ചകളുടെ കൂട്ടത്തിൽ പെൺതേനീച്ചയാണ് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് എന്ന് സയന്റിഫിക്കായിട്ട് ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചത്. അപ്പോൾ ഖുർആനിൻ്റെ ദൈവികത, ഖുർആനിൻ്റെ നിത്യപ്രസക്തി, അതിൻ്റെ സത്യസന്ധത, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യൻ്റെ ഈ ഇഹലോക ജീവിതത്തിന് ശേഷമുള്ള കാലഘട്ടത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു. ഇത് മാത്രമല്ല, തേനീച്ചയെക്കുറിച്ചൊക്കെ ധാരാളമായിട്ട് ഗവേഷണങ്ങൾ നടത്തുന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഖുർആൻ പറഞ്ഞത് കൂടുതൽ അർത്ഥസമ്പന്നമാണ് എന്ന് വ്യക്തമാകും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇപ്പോൾ മനുഷ്യൻ്റെ വിരലടയാളത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുള്ളതാ, നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും വിരലടയാളം, ഇതൊക്കെ ഖുർആനിൽ വരാനുള്ള കാരണം എന്താ? ഇതൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്. മനുഷ്യന് ചിന്തിക്കണം. അള്ളാഹു എന്ന് പറയുന്നത് അത് ഒരു പഴയ കാലഹരണപ്പെട്ട പഴഞ്ചനായിട്ടുള്ള 6-ാം നൂറ്റാണ്ടിലെ പുരാതനമായ കാട്ടറബികളുടെ കുലദൈവം എന്നാണല്ലോ ചാനലുകളിലൂടെ ഇവർ പറയുന്നത്. എന്നാൽ അതല്ല, മറിച്ച് ശാസ്ത്രത്തിൻ്റെ പരമോന്നതമായിട്ടുള്ള പോസ്റ്റ് മോഡേണിസം എന്ന് പറയാറല്ലോ ഉണ്ടല്ലോ, ഉത്തരാധുനികത എന്ന്. എത്ര തന്നെ AI ടെക്നോളജി ഉൾപ്പെടെ വികസിച്ചാലും ശരി, ഈ വിശുദ്ധ ഖുർആൻ അത് ദൈവത്തിൻ്റെ ഗ്രന്ഥമാണെന്നും അതിൽ പറയുന്നത് സമ്പൂർണമായിട്ട് സത്യമാണെന്നും ഓരോ ആളുകൾക്കും വ്യക്തമാകുന്ന, ക്ലിയറാകുന്ന രൂപത്തിലുള്ള സംഭവങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ പറയാൻ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യന്റെ വിരൽ തുമ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനല്ലയോ നാം? അതേ സഹോദരങ്ങളെ, ആദം അലൈഹിസ്സലാം ആദി പിതാവെന്ന് ആണല്ലോ എല്ലാവരും വിശ്വസിക്കുന്നത്. മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് പുറമേയുള്ള പല മതക്കാരും പല ആളുകളും. ആ ആദം അലൈഹിസ്സലാം മുതൽ ലോകത്തിൻ്റെ അവസാനം വരെ എത്ര ജനകോടികൾ ഇവിടെ ഉണ്ടാകുന്നുവോ അവരുടെ എല്ലാവരുടെയും
ഫിംഗർ പ്രിൻ്റ് അത് വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രമല്ല അവൻ്റെ കണ്ണുകൾ. അപ്പോൾ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ എന്തിനു വെക്കുന്നതാ? അത് കാട്ടറബികളുടെ കുലദൈവമല്ല, അത് ഡാർക്ക് ഏജിലെ പ്രാകൃതരായിട്ടുള്ള അറബികളുടെ ഒരു ദൈവം മാത്രമല്ല, അതല്ല, മറിച്ച് സർവജ്ഞനായ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആ ദൈവത്തിൻ്റെ വചനങ്ങളാണ്. അതുകൊണ്ട് ഇസ്ലാം സത്യമാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിക്കൽ അത് ബുദ്ധിയുള്ളവർ അത് തീർച്ചയായും സ്വീകരിക്കേണ്ടതാണ്. അത് മാത്രമാണ് നേരായ പാത, അത് മാത്രമാണ് രക്ഷ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഞാൻ സമയദൈർഘ്യം ഭയന്നുകൊണ്ട് മനുഷ്യൻ്റെ ഭ്രൂണത്തെക്കുറിച്ച് വളരെ സയൻറ്റിഫിക്കായിട്ട് തന്നെ ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ്. നമ്മളൊരു കാര്യം ഓർക്കുക, ഇസ്ലാം സത്യമാണ്, അള്ളാഹു സത്യമാണ്, അതുപോലെ നരകം സത്യമാണ്, സ്വർഗം സത്യമാണ്, വിചാരണ സത്യമാണ്. അവിടെ വിജയിക്കാൻ ഈ നേരായ പാത അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക മാത്രമേ നമ്മുടെ മുന്നിലുള്ള വഴിയുള്ളൂ. ഇന്ന് പല യുവാക്കളും പലരും മതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മതത്തെ പുച്ഛിക്കുകയും മതത്തിൻ്റെ നിയമങ്ങളെ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. അവർ സത്യത്തിൽ എന്താ? അവർ സത്യത്തിലെ കാര്യങ്ങൾ ഗ്രഹിക്കാതെ മനസ്സിലാക്കാതെ അവർ അതിൽ ചെന്നുപെടുകയാണ്. അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന് മാത്രമല്ല, ഇസ്ലാമിനെ കുറിച്ച് ശരിക്ക് പഠിച്ചാൽ അവർക്ക് അത് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഇതുണ്ടല്ലോ, നമ്മൾ ഈ ജീവിക്കുന്ന ഈ ജീവിതം അത് നശ്വരമാണ്, നശിക്കുന്നതാണ്. ഈ ജീവിതം അനന്തമല്ല, ഇതിനൊരു അവസാനമുണ്ട്. ഈ ലോകം തകർന്നടിയും, ആകാശങ്ങൾ പൊട്ടിവീഴും, ഭൂമി വിണ്ടുകീറും, പർവ്വതങ്ങൾ ഒലിച്ചു പോകും, സമുദ്രങ്ങൾ കത്തിക്കപ്പെടും, അതേ സൂര്യനും ചന്ദ്രനും കൂട്ടിമുട്ടും, നക്ഷത്രങ്ങൾ തകരും. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ ലോകം നശിച്ചാൽ നശ്വരമായിട്ടുള്ള ഈ ലോകത്തിന് വേണ്ടി നമ്മുടെ ജീവിതം വെറുതെ ഹോമിക്കരുത്. യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് പരലോകമാണ്. ആ പരലോകത്ത് വിജയിക്കാൻ കർശനമായ നേരായ പാത മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, പ്രവാചകൻ മരിച്ചല്ലോ, ഇനി എന്തൊരു ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ചിന്തയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അന്ന് നമുക്കറിയാം, മുർത്തദ്ദായി പലരും, ചില ആളുകൾ സകാത്ത് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിശക്തമായ ഭാഷയിൽ ശാന്തനും സൗമ്യനുമായിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു ഗൗരവമായിട്ട് പറഞ്ഞു, ഞാനിതാ നിങ്ങളുടെ മേൽ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നി ഖദ് വല്ലൈതു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേലുള്ള അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. വലസ്തു ബിഖൈരിൻ, നിങ്ങളെക്കാൾ ഞാൻ ഉത്തമനായ മനുഷ്യനൊന്നുമല്ല. അതുകൊണ്ട് വൈനഹ്സൻതു, ഞാൻ നന്മ ചെയ്താൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ വൈൻ അസഅതു ഫഖവ്വിമുനി, ഞാൻ തിന്മ ചെയ്താൽ, തെറ്റുപറ്റിയാൽ നിങ്ങൾ എനിക്ക് മാർഗനിർദ്ദേശം തരണം എന്ന് അബൂബക്കർ സിദ്ദീഖ് പറയുകയാണ് റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, തെറ്റുപറ്റിയാൽ തിരുത്താനുള്ള മനസ്സുണ്ടാവണം. കാരണം എന്താ? നാളെ റബ്ബിൻ്റെ കോടതിയുണ്ടല്ലോ. അല്ലാഹു തആല പറയാണ്, നുഫിഖ ഫിസ്സൂർ ഫഇദാ നുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫലാ അൻസാബ ബൈനഹും, കാഹളത്തിൽ ഊതപ്പെട്ടാലുണ്ടല്ലോ, ഇത് നാളെ നമ്മളിതാ ഈ ലൈറ്റ് കാണുന്നത് പോലെ ഈ പകല് സത്യമാണല്ലോ, അതുപോലെ ഒരു സംശയവുമില്ലാത്ത സത്യമാണ്. നാളെ കാഹളത്തിൽ ഊതപ്പെട്ടാൽ മഹ്ശറ എന്ന് പറയുന്നത് ഫലാ അൻസാബ ബൈനഹും, അന്നവർക്കിടയിൽ ബന്ധങ്ങൾ ഉണ്ടാവുകയില്ല. വലാ യതസാഅലൂൻ, പരസ്പരം ചോദ്യങ്ങൾ ഉണ്ടാവുകയില്ല. നിന്റെ ഭാര്യ എവിടെ, നിന്റെ മക്കളെവിടെ, നിന്റെ ഉപ്പയെവിടെ, ഉമ്മയെവിടെ, നിന്റെ വീടെവിടെ, നിന്റെ നാടെവിടെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയില്ല, ബന്ധങ്ങൾ ഉണ്ടാവുകയില്ല. എൻ്റെ അമ്മാവനാണ്, അമ്മാവൻ്റെ മകനാണ്, മകളാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയില്ല. ഫമൻ സകുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഏതൊരുവന്റെ നന്മയുടെ തുലാസ് ഘനം തൂങ്ങുന്നുവോ അവരാണ് വിജയികൾ. വമൻ ഖഫ്ഫത് മവാസീനു, ആരുടെ തുലാസ് അത് ഘനം നഷ്ടപ്പെട്ടുവോ ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും, അവർക്കാണ് ആത്മനഷ്ടം സംഭവിച്ചവർ. കച്ചവടത്തിലെ നഷ്ടമല്ല, സ്വയം നഷ്ടം.
അവർക്ക് ആത്മനഷ്ടം സംഭവിച്ചവരാണെന്ന വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഫീ ജഹന്നമ ഖാലിദൂൻ, അവർ നരകത്തിൽ നിത്യവാസികളായിരിക്കും. തൽഫഹു വുജൂഹഹുമുൻ നാർ, നരകത്തിന്റെ ജ്വാലകൾ അവരുടെ മുഖത്തേക്ക് അടിച്ച് വീശി മുഖം കരിച്ച് കളയും എന്നുള്ളതാണ്. വഹും ഫിഹാ കാലിഹൂൻ, മുഖത്തെ ശരീരത്തിലെ മാംസങ്ങളൊക്കെ അഗ്നി അത് കാർന്നു തിന്ന് എല്ലുകൾ മാത്രമാകുന്ന ഭീകരമായിട്ടുള്ള കഠിനമായിട്ടുള്ള ഒരു ശിക്ഷക്ക് വിധേയരാകേണ്ടി വരും. ഓർക്കുക പ്രിയമുള്ളവരെ, ആ നരകത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് അവിടെ അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യമുണ്ട്. അലം തകുൻ ആയാതി തുതലാ അലൈക്കും, എൻ്റെ ആയത്തുകള് നിങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യ, ആ പരലോകത്തെ ഓർത്തുകൊണ്ട് നല്ലവനായി ജീവിക്കുവാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നന്മയോടുകൂടെ ജീവിച്ച് നേരായ വഴിയിലൂടെ, അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ശുദ്ധമായ വഴിയിലൂടെ പോകാൻ, അതിനാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഇസ്ലാഹി സെൻറ്ററും ഇവിടുത്തെ ഈ ഒരു സംവിധാനങ്ങൾ അതിനാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ഈ നേരായ പാതയിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള സഹോദരിമാരോട്, സഹോദരങ്ങളോട്, എല്ലാവരോടും ഇതിനോടൊപ്പം നിൽക്കുക എന്ന് മാത്രമല്ല, ഇതിനു വേണ്ടി നിങ്ങളുടെ ബുദ്ധിയും സമയവും സമ്പത്തും ഒക്കെ ചെലവഴിക്കാൻ, അത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല. ആഖിറത്തിലേക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ നമ്മുടെ മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾ, നമുക്കെല്ലാവർക്കും അല്ലാഹു തആല പാപങ്ങൾ പുറത്തു തരികയും ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.